വെൽക്കം ബാക്ക് ടു ഇത് ഞങ്ങളുടെ ഫാമിലി. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. ഇന്ന് ആരന് ട്യൂഷനുണ്ട്. അപ്പോൾ ആരൻ ട്യൂഷന് പോകാനായിട്ട് ഇറങ്ങിയപ്പം എനിക്കും ടൗൺ വരെ ഒന്ന് പോകണമായിരുന്നു. എൻ്റെ ടൈലറിങ് ഷോപ്പിലൊക്കെ എനിക്കൊന്ന് പോകണം. അപ്പോൾ അവൻ്റെ കൂടെ തന്നെ ഞാനും ഇറങ്ങി. അപ്പോൾ ലീനായും അങ്ങോട്ട് വന്നേക്കാമെന്ന് പറഞ്ഞു ടൈലറിങ് ഷോപ്പിലേക്ക്. അപ്പോൾ അങ്ങനെ ഞാനവിടെ എത്തി. അപ്പം തയ്ക്കാൻ കൊടുക്കാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവിടെ നിന്ന് തയ്ച്ച് കിട്ടാനുള്ളത് കിട്ടാൻ ഇച്ചിരി സമയം പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മുകളിൽ പഞ്ചാബി റെസ്റ്റോറൻറ്റിൽ പോയി ഓരോ കോഫി കുടിക്കാമെന്ന് വെച്ച് വന്നു. അപ്പോൾ അവിടെ അതിൻ്റെ അകമെല്ലാം കയറുന്നതൊക്കെ ഈസി ആക്കി കേട്ടോ, കുറേ വ്യത്യാസങ്ങൾ വരുത്തി. അപ്പോൾ അവിടെ ഞങ്ങൾ കോഫി വാങ്ങി. അന്നേരം അവിടെ സ്നാക്സ് ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ചിക്കൻ റോള് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചിക്കൻ റോള് കൊണ്ടുവന്നു. അത് കഴിച്ചു. ഞങ്ങൾ ഇച്ചിരി ഹെവി ആയിരുന്നു, എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരുടെ അതും എല്ലാം കഴിച്ചു. ഇപ്പം പിന്നെ ശനിയാഴ്ച രാവിലത്തെ കാപ്പി ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയാണ്. അപ്പം ഞാൻ ദോശ ഉണ്ടാക്കുകയാണ്. അപ്പം നമ്മുടെ ഈ പൊടിദോശയുണ്ടല്ലോ, അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഈ ദോശക്കല്ല് ഞാൻ ദുബൈയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഈ പാന് വലുത്. പിന്നെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ കഴിഞ്ഞ ഇപ്രാവശ്യമല്ല, അതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ നമുക്ക് നെയ് റോസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലതാണല്ലോ, ഇതുപോലെ വലുതാക്കി പരത്താം. അപ്പോൾ അങ്ങനെ നല്ലപോലെ പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ നല്ലപോലെ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ചട്നി പൗഡർ ഉണ്ടല്ലോ, ആ ചട്നി പൗഡർ ആ നെയ്ക്കകത്തേക്ക് നമ്മൾ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. പിന്നെ ചിലർക്ക് ഇഷ്ടമില്ല, ഇഷ്ടമുള്ളവർക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇടാം. എനിക്കിഷ്ടമാണ് മല്ലിയില. അങ്ങനെ മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നമ്മൾ തീരെ കുറച്ച് വെച്ച് വേണം നമ്മളത് ഇതാക്കി ദോശ ചുട്ടെടുക്കാനായിട്ട്, കാരണം നമ്മൾ മറിച്ചിടുന്നില്ല. അങ്ങനെ പൊടിദോശ റെഡിയാക്കിയിട്ടുണ്ട്. വേറെ കറിയൊന്നും പ്രത്യേകിച്ച് ചട്നിയൊന്നും വേണമെന്നില്ല, ഇങ്ങനെ അങ്ങ് കഴിക്കാം നമുക്ക്. പിന്നെ ആരനെ പറഞ്ഞ പോലെ അതൊന്നും ഇഷ്ടമല്ല. ആരന് വെറുതെ നെയ് റോസ്റ്റ് പോലെ മതി. അപ്പോൾ അവന് പിന്നെ ഇതുപോലെ നല്ലപോലെ പരത്തിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്തു. അങ്ങനെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു നൈഫാണ് ഇത് ഇപ്പം ആമസോണിൽ ഇൻഡിപെൻഡൻറ്റ് പറഞ്ഞൊരു സെയിൽ പോലെ നടക്കുന്നുണ്ട്. ഇൻഡിപെൻഡൻസ് ഡേയുടെ ആണെന്ന് തോന്നുന്നു. അപ്പം ഈ നൈഫിന് ശരിക്കും പറഞ്ഞാൽ PGയുടെ ആണ്. ഇതിന് എനിക്ക് തോന്നുന്നു 495 അങ്ങനെ എന്തോ വിലയുള്ളതാണ്. പക്ഷേ എനിക്ക് 159 കിട്ടിയത്. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു മേടിക്കാനായിട്ട്. ഇങ്ങനെ നോക്കി, അപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴത്തേക്കിനും തീരെ വില കുറഞ്ഞ് കിടക്കുന്ന കണ്ടു. 159 ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ മേടിച്ചതാണിത്. അപ്പം ആമസോണിലിപ്പം പിന്നെ ഇങ്ങനെ ഒരു സെയിൽ പോലെ നടക്കുന്നത് കൊണ്ട് എല്ലാ സാധനങ്ങൾക്കും കുറേ വിലക്കുറവുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഇത് സൺഡേയിലെ വീഡിയോ ആണ്. അപ്പം ഞാനും ആരനും കൂടെ ഉച്ചയ്ക്ക് ഞാനെല്ലാം റെഡിയാക്കി, ചിക്കൻ കറിയും ചോറും എല്ലാം വെച്ചു. അന്നേരം ആരെണ്ണം ഇതേപോലെ ഇവിടെ മാങ്ങാനംകുരിശിൻ്റെ അവിടെ കുർത്തോഷ് എന്നും പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. എനിക്കൊന്ന് കൂടുതലും ഹംഗേറിയൻ ഫുഡൊക്കെ ഒത്തിരി ഉണ്ട് അവിടെ. അപ്പം ആരൻ പറഞ്ഞു നമുക്ക് അവിടെ പോയി കഴിക്കാം, പലതരത്തിലുള്ള ബിരിയാണിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി കഴിക്കാം. അപ്പോൾ എനിക്ക് എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് ഒന്ന് പോകണം. പുള്ളിയും പനിയും ഒക്കെ ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ പുള്ളി ഒന്ന് കാണാനായിട്ട് പോകണം. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ആരനെ അങ്ങനെ പോകാമെന്നും പറഞ്ഞ് പോയി കഴിക്കാം, ബിരിയാണി ഇങ്ങോട്ട് മേടിക്കേണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ പോയി കഴിക്കാനായിട്ട് ഞങ്ങളുടെ കൂടെ പോവാണ്. അങ്ങനെ ഞങ്ങൾ ഒരു മണി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇറങ്ങി. ആരന് പഠിക്കാനുണ്ടെന്ന്, അതുവരെ പഠിത്തമായിരുന്നു. പിന്നെ ഉച്ച സമയത്ത് പഠിക്കത്തില്ല, ആ സമയം പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓട്ടോ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തോഷ് റെസ്റ്റോറൻറ്റ്, മാങ്ങാനംകുരിശിനടുത്തായിട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകമൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ, നല്ലൊരു ആംബിയൻസാണ് അതിൻ്റെ അകം. അപ്പം അവിടെ ഞങ്ങൾ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പലതരത്തിലുള്ള ബിരിയാണി ഉണ്ട് കേട്ടോ. മലബാർ ചിക്കൻ ബിരിയാണി, മലബാർ ബീഫ് ബിരിയാണി ഉണ്ട്. പിന്നെ റാവുത്തർ ചിക്കൻ ബിരിയാണി, റാവുത്തർ ബീഫ് ബിരിയാണി ഉണ്ട്. പിന്നെന്താണ് കുഷ്ക ചിക്കൻ ബിരിയാണി, കുഷ്ക ബീഫ് ബിരിയാണി, പുട്ട് ചിക്കൻ ബിരിയാണി, പുട്ട് ബീഫ് ബിരിയാണി. അങ്ങനെ ബിരിയാണിയുടെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പിന്നെ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ ഏത്തക്കാപ്പവും ബീഫ് കറി അങ്ങനെയൊക്കെ ഉണ്ട് കുറേ സാധനങ്ങൾ. പിന്നെ അപ്പവും കറിയും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് പിന്നെ റാവുത്തർ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ, റാവുത്തർ ചിക്കൻ ബിരിയാണി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദുബൈയിൽ പിള്ളേർ താമസിക്കുന്നതിൻ്റെ അടുത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ പിന്നെ ഇതുണ്ട്, റാവുത്തർ ചിക്കൻ ബിരിയാണി ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും പിള്ളേരവിടെ പോയി കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കങ്ങനെ ബിരിയാണി അങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ പലയിടത്തുനിന്ന് കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ പോകുമ്പോൾ അങ്ങനെ കഴിക്കാൻ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല, അവരവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ബിരിയാണി വന്നിട്ടുണ്ട്. ഭയങ്കര ചൂടാണ്. അപ്പം പിന്നെ ഞാൻ കണ്ടപ്പോഴേ ആരനോട് പറഞ്ഞു, ആരനെ ഇത് നമ്മൾ
ഫുള്ള് കഴിക്കുമെന്ന് നമുക്ക് വേസ്റ്റ് ആവുമെന്ന് തോന്നുന്നത്. കാരണം ഒത്തിരി ഉണ്ട്, നല്ലൊരു വലിയ ബൗൾ നിറച്ചുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 3 വലിയ ചിക്കൻ പീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ചോറും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കിന് കുറച്ച് ഹെവി ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ നല്ല ഡേറ്റ്സും നാരങ്ങയും കൂടെയുള്ള പിക്കിളും ഉണ്ടായിരുന്നു. സലാഡും പപ്പടം അത്രയേ ഉള്ളൂ. പക്ഷേങ്കിൽ റാവുത്തർ ബിരിയാണി അടിപൊളിയാന്ന് കേട്ടോ. എനിക്ക് അത്രയും ചോറോളം മിച്ചം വന്നു. ആരെണ്ണം ഇച്ചിരി ബാലൻസ് വെച്ചു. പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ റാവുത്തർ ബിരിയാണി. എല്ലാവരും അവിടെ പോയി ഒന്ന് ട്രൈ ചെയ്യുക. അങ്ങനെ പിന്നെ അവിടെ ഞങ്ങൾ ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോവാണ്, കൊല്ലാട്. അപ്പം പുള്ളി പനിയൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ആരെണ്ണായാലും ഉച്ച സമയത്ത് പഠിക്കത്തില്ല. ഏതായാലും വൈകുന്നേരം പിന്നെ പഠിക്കാൻ തുടങ്ങത്തുള്ളൂ. എക്സാമാണ് നാളെ മുതൽ. അപ്പം ഓർത്തെന്നാൽ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരം ഫുഡും എല്ലാം കഴിച്ചു പിന്നെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവർക്ക് ഞങ്ങൾ പിന്നെ ഏത്തക്കാപ്പവും ബീഫ് കറിയും കൂടെ വാങ്ങി അവിടുന്ന് പിന്നെ പാഴ്സൽ വാങ്ങി അവർക്ക് കൊടുക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഞായറാഴ്ചയായിട്ട് ഒത്തിരി നാളായി അങ്ങനെ അങ്ങോട്ടേക്ക് പോയിട്ട്. അങ്ങനെ പോക്കില്ല, എവിടെയും പോകില്ല, വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിപ്പായതും കൊണ്ട്. അങ്ങനെ ഇപ്പോൾ അവിടുന്ന് ഒരു 4:45 ആയപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തി. താണ്ട നാത്തൂന് അവിടുന്ന് കുറച്ച് എന്തോ ചെടി ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെടി ഇരുന്നൊക്കെ ഇങ്ങനെ ചെറിയ ഓരോ ഇതിൻ്റെ അകത്തൊക്കെ വെച്ചിരുന്നതാണ്. അതൊക്കെ എൻ്റെ കയ്യിൽ ഇങ്ങനെ തന്നു വിട്ടു. ബാൽക്കണിയിൽ വെക്കാലോ എന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ തന്നു വിട്ടു. അപ്പം ഞാൻ പിന്നെ അതെല്ലാം പിന്നെ മറന്നു പോകും. അകത്തോട്ടെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറന്നു പോകും. അപ്പം ഞാൻ ഓർത്തെല്ലാം എടുത്ത് ബാൽക്കണിയിലേക്ക് വെക്കാം. എന്നിട്ട് പതുക്കെ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് ഓരോ ചട്ടിക്കകത്തൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം ബാൽക്കണിയിലേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ ഇനിയും പിന്നെ ഒരു കട്ടൻ ഇട്ട് കുടിക്കണം. അത് കഴിയുമ്പോഴത്തേക്കിന് ആരെണ്ണം പഠിക്കാനിരിക്കണം. ഇപ്പം തന്നെ മണി 5 ആയി. അപ്പോൾ ഇനി ഒരു കട്ടൻ കുടിച്ചിട്ട് പഠിക്കാനിരിക്കും. അപ്പോൾ അവിടുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് ഒരു കട്ടൻ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കിന് ആരൻ പറഞ്ഞമ്മ ഒരു കട്ടൻ കാപ്പിയും കൂടി ഇട്ട്. ആരൻ അങ്ങനെ പാൽക്കാപ്പി ബ്രൂ അങ്ങനെ കുടിക്കുന്നതിനോടൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ അവിടെയും കാപ്പി ഇടാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, കട്ടൻ കാപ്പി മതി എന്നും പറഞ്ഞ് അങ്ങനെ കട്ടൻ കാപ്പിയാണ് കുടിച്ചത്. അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ കറിയൊക്കെ വെച്ചത് ഇതാണ്ട് ഇരിക്കുവാണ്. ചോറും ഇട്ടായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ആരൻ പറഞ്ഞ പോകാമെന്ന്. വേറെ കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഏതായാലും അവന് ഇഷ്ടമുള്ള കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ. നമ്മളിതുവരെ കുർത്തോഷിൽ പോയിട്ടുമില്ല, അങ്ങനെ പോകാമെന്ന് വെച്ചിട്ട് പോയതാണ്. അപ്പോൾ അങ്ങനെ എന്താ കാപ്പിയൊക്കെ ഇട്ടു. പിന്നെ ആരുടെ ഇനി പഠിക്കാനിരിക്കേണ്ടതുകൊണ്ട് പെട്ടെന്ന് ഞാനങ്ങ് ഇട്ടതാണ്. അല്ലെങ്കിൽ പിന്നെ സമയം പോകും. അവനവിടെ ഇരുന്നിട്ടും പോകാമെന്നും പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്നെ. എനിക്ക് ചെന്നിട്ടിരുന്ന് പഠിക്കണം എന്നും പറഞ്ഞു. അങ്ങനെ എൻ്റെ കാപ്പി റെഡിയായി. അങ്ങനെ ഇതായി എൻ്റെ കഥ കിടക്കുന്നത്. ഇതൊരു മിക്കൂറ പേളിൻ്റെ ഒരു സ്റ്റഡാണ്. നല്ല ഭംഗിയുള്ള സ്റ്റഡാകട്ടെ. എനിക്കൊരു 15 വർഷത്തോളം ദുബൈയിൽ നിന്ന് പോരുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. നമ്മുടെ അടുത്ത ഫ്ലാറ്റിലുണ്ടായിരുന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒത്തിരി പ്രാവശ്യം അങ്ങനെ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ പേള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതേന്ന് പോയായിരുന്നു, അതേന്ന് വിട്ടുപോയി. പിന്നെ ഞാനിങ്ങനെ ഇതൊക്കെ ഗ്ലൂ ഒക്കെ മേടിച്ച് പിന്നെ ഞാനതെല്ലാം ഒട്ടിച്ച് റെഡിയാക്കി. അപ്പം എന്തെങ്കിലും മാച്ച് ചെയ്യുന്ന ഡ്രസ്സ് കിട്ടുമ്പോൾ ഇടാമെന്ന് വെച്ചിരുന്നു. അങ്ങനെ ഞാൻ ഈ ഡ്രസ്സിൻ്റെ കൂടെ ഇട്ടതാണ്. ഇനി കാപ്പി കുടിച്ച ശേഷം ആരൻ പഠിക്കാനിരിക്കും. ഞാൻ പിള്ളേരെ ഇന്ന് ഫോൺ ചെയ്യണം, അവർക്ക് ഇന്ന് സൺഡേ ലീവാണല്ലോ. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.